ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു തുടങ്ങുന്നത്? 10 അല്ലെ? അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ് 1 mole of water at -10 degrees Celsius to ice at -10 degrees Celsius delta fuse H അല്ലെ? എൻതാൽപി ഓഫ് ഫ്യൂഷൻ ആണ് 6.03 kilojoule per mole at 0 degrees Celsius. CP തന്നിട്ടുണ്ട്. CP ഏതാ? ഹീറ്റ് CP CV ഒക്കെ എന്തായിരുന്നു? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് പ്രഷർ ഓൾറെഡി തന്നിട്ടുണ്ട്. വാട്ടർ ആണ് 75.3 ജൂൾ പെർ മോൾ. ദെൻ CP H2O തന്നിട്ടുണ്ട് 36.8. ഇത്രയാണ് അവര് തന്നേക്കുന്ന ഒരു ഏരിയ. അപ്പോ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദ എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ്. ഇതാണ് നോക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ്. ഓരോന്നിന്റെയും ഇക്വേഷൻ ആണ് നിങ്ങൾ ആദ്യം എടുത്തെഴുതേണ്ടത്. ഓരോന്നിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എടുത്തെഴുതി എന്നിട്ടാണ് ഇതിലേക്ക് എത്തേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം ഓരോന്നിന്റെ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ് എഴുതണം. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ് അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് എന്ത് ചെയ്യണം അല്ലെ? ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് കൊണ്ടുവരണം. എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്തെഴുതും? എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ് എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. H2O. ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ എന്താ? H2O ലിക്വിഡ് ആണ്. അതെന്തായി മാറും? H2O സോളിഡ്. അത്ര എളുപ്പമല്ലേ? H2O സോളിഡ് ആകും. തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്താണ് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ഫ്രീസിംഗ് ഓഫ് 1 mole ഓഫ് വാട്ടർ അല്ലെ? 1 mole തന്നെയാണ്. അറ്റ് -10 degrees Celsius ടു ഐസ് അറ്റ് -10 degrees Celsius. ഇതാണ് തന്നേക്കുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. ആ -10 degrees Celsius എന്ന് പറയുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? -10 degrees Celsius. അപ്പൊ എത്രയായിരിക്കും കെൽവിൻ? എത്ര കെൽവിൻ ആണത്? എത്ര കെൽവിനാണ്? നമ്മളെല്ലാം ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്തായാലും ചെയ്യാം, കെൽവിനിലേ ചെയ്യാം. അപ്പൊ 263 അല്ലെ? 273 എത്ര കെൽവിനാ? 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 273.15 ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിൻ. അപ്പോ -10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര കെൽവിൻ ആണ്? 263 കെൽവിൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് 0.15 നമ്മൾ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. റൗണ്ട് ഓഫ് വാല്യൂ ആണ്. ഇവിടെയൊക്കെ ഗേഡുകളിലൊക്കെ ആൻസർ വരുമ്പോൾ അത് 0.15 ഒക്കെ എഴുതുന്നുണ്ട്. വേണ്ട, അങ്ങനെ എഴുതും. ഇനി സെക്കൻഡ് പോയിന്റ് അവർ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് കണ്ടോ, ഓർത്ത് നോക്കുക. ഡെൽറ്റ ഫ്യൂസ് H ഈക്വൽ ടു 6.03 കിലോ ജൂൾ എന്നാണ് ആക്ച്വലി വരുന്നത്. ഡെൽറ്റ ഫ്യൂസ് H അല്ലെ? ഫ്യൂസ് H എന്ന് പറയുമ്പോ എത്രയാ വന്നേക്കുന്നത്? 6.03 കിലോ ജൂൾ. അതിനാ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഡെൽറ്റ ഫ്യൂസ് H എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 6.03 അല്ലെ? അതിന് ഇൻറ്റു 1000 കിലോ ജൂൾ ആണ് തന്നേക്കുന്നത്. അതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയായിരിക്കും വരുന്നത്? 6.03 1000 കൺവേർട്ട് ചെയ്യുമ്പോ അപ്പോ ഇവിടെ മാറ്റുമ്പോ അത്രയും എന്താണ്? ജൂൾ പെർ കെൽവിൻ അല്ലെ? ഓക്കെ.
ഡെൽറ്റ ഫ്യൂ സെറ്റ് 6030 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഓൾറെഡി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അവർ തന്നേക്കുന്നത് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ എൻതാൽപി ചേഞ്ച് ഓഫ് ഫ്രീസിംഗ്. ആ ഫ്രീസിംഗിൽ വരുന്ന എത്ര ഡിഫറൻസ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓർത്തോക എത്ര ഡിഫറൻസ് ആണ് എന്നുള്ള വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവര് കൊണ്ടുവരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സി പി എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു ആ വാല്യൂ ഒക്കെ ഒന്ന് എഴുതി വെക്കും. എന്തായാലും സി പിയുടെ വാല്യൂ ഒക്കെ ഒന്ന് എഴുതി വെച്ചേ. സി പി H2O 75.3 വേഗം എടുത്തെഴുതുക കേട്ടോ. നിങ്ങൾക്ക് കിർച്ചോഫ് ലോ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കിർച്ചോഫ് അതിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. കാരണം കിർച്ചോഫ് ലോ പണ്ട് തെർമോഡൈനാമിക്സിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ അതില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളിൽ എടുത്തോ എന്നൊന്നും മാറ്റിയേക്കുന്ന ഏരിയ കേട്ടോ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ് ആക്ച്വലി. അത് ഡെൽറ്റ H2 മൈനസ് ഡെൽറ്റ H1 ഡിവൈഡഡ് ബൈ T1 സ്കൂളിൽ വന്നത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് വേണ്ട കേട്ടോ, ഓർത്തോക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇപ്പൊ ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. ഇവിടെ വരെ കറക്റ്റ് ആണ്. ഇത് ഓർത്തോക്കാം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് സി പി സി ബി തന്നിട്ടുണ്ട്, പിന്നെ ലോയാണ് ഉപയോഗിച്ചത് കേട്ടോ. അതുകൊണ്ട് ആവശ്യം വേണം. ടെക്സ്റ്റിൽ ചില ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ അവോയ്ഡ് ചെയ്യും. നിങ്ങൾക്ക് അതിന് കൂടുതൽ ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതെല്ലാം ഇതിന്റെ മിക്സിംഗ് ആണ്. കഴിഞ്ഞ വർഷം മുതലല്ലേ പോർഷൻസ് അതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 6.11 ഇതിപ്പോ മതി കേട്ടോ. ഓക്കെ, ഇത് കിർച്ചോഫ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏരിയയിലാണ്, അതുകൊണ്ട് വേണ്ട കേട്ടോ. അടുത്ത ഇക്വേഷൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും കേട്ടോ. അർജുൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാണ് അവിടെ പറയുന്നത്. അത് 6.11 വിവേക് 6.11 എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 60 അല്ലേ? ഇവിടെ 90 ഒക്കെ എത്തിയ ആൾക്കാർ കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ ആയി? 100 തീർച്ചു. അതിന് കൂടുതൽ പഠിച്ചു. കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? എല്ലാ ക്ലാസ്സിലും എനിക്ക് കൊണ്ടുവരണം കേട്ടോ. വിഷ്ണുവിനെ അല്ലെങ്കിൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞിട്ട് ആൻസർ എനിക്ക് കേൾക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കണ്ടാൽ പിന്നീട് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഉറക്കാൻ വായിക്കാം. ശരിക്കും ശ്രദ്ധിച്ചിരിക്കട്ടോ. നമുക്ക് ഇതിന്റെ ആൻസർ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഞാനൊക്കെ എഴുതുമ്പോൾ ഈസി ആയിട്ട് തോന്നും. ക്വസ്റ്റ്യൻ കണ്ടോ ഒന്നും മനസ്സിലാവില്ല എക്സാമിന്. ശരിക്കും ശ്രദ്ധിച്ചിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ടു കാർബൺ ഡയോക്സൈഡ് ഈസ് minus 393.5 kilojoule per mole. Calculate the heat released upon formation of 35.2 gram of CO2 from carbon to oxygen gas. That's the question. Enthalpy of combustion of carbon to carbon dioxide. അതാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ ആദ്യം എന്ത് ചെയ്യണം? enthalpy of combustion of carbon to carbon dioxide ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ എന്തെഴുതണം? ശ്രദ്ധിച്ചേ. enthalpy of നമ്മൾ പറഞ്ഞേ സ്റ്റേറ്റ്മെന്റ് കൂടി റിപ്പീറ്റ് ചെയ്യും. അപ്പോ ആദ്യ ഇക്വേഷൻ എഴുതാം. C plus O2 gives എന്തായിരിക്കും? CO2. ഇനി ആ ക്വസ്റ്റ്യനില്
അവർ പറയുന്നത് ഉണ്ടോ, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താ? കമ്പഷൻ എന്നാണ്, ഓഫ് കാർബൺ എന്നാണ് അല്ലെ. അപ്പോ അവിടെ തന്നേക്കുന്നത് ഡെൽറ്റ എക്സ് എത്ര വാല്യൂ എന്ന് പറഞ്ഞു. കമ്പഷൻ എന്ന് പറയുമ്പോൾ കമ്പഷൻ ഒക്കെ എഴുതണോട്ടോ. കമ്പഷൻ അതിന് ഇത് തെറ്റും. ഒരു മോൾ കാർബണിനെ കത്തിക്കുമ്പോൾ അപ്പൊ 3 ഉണ്ടോ? അത് മൈനസ് ഉണ്ട്. മൈനസ് ഇങ്ങോട്ട് അതിന്റെ 1.5 കിലോ ജൂൾ പെർ മോൾ അല്ലേ. ഓരോ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കണം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. Calculate the heat released upon formation of 35.2 gram of CO2 from carbon to oxygen gas. അപ്പൊ എന്താ കണ്ടെത്തണ്ടേ? ഫോർമേഷൻ ഓഫ് CO2. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? CO2 ഉണ്ടാവണം അല്ലെ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ CO2 ഉണ്ടാവണം. അപ്പൊ ഫോർമേഷൻ കണ്ടത് ഇങ്ങനെ എഴുതണം. CO2 ഒരു എണ്ണം ആയിരിക്കണം, 1 മോൾ ആയിരിക്കണം. ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എവിടെ എഴുതും? ഇവിടെ എഴുതാം. എവിടെ നിന്നുണ്ടാവും? ഇനി പറയും. ഇതില് ഇതിന്റെ ഇതാണ് ആക്ഷൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? 1 മോൾ. നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കാർബൺ 1 മോൾ. ഇത് എത്രയാ? 2 മോൾ. ഇത് എത്രയാ? 1 മോൾ. ഇത് എത്ര ഗ്രാമാണ്? കാർബണിന്റെ മോളിക്കുലർ മാസ് ഗ്രാം എഴുതിയാൽ 1 മോൾ ആണ്. എത്രയായിരുന്നു? പറയേ. കാർബൺ എത്രയാ? 12 ഗ്രാം. 12 ഗ്രാം കാർബൺ കത്തിക്കുമ്പോ എത്ര കിട്ടും? അല്ലെ, ഇവിടെ എത്രയാ? 32. ഇവിടെ എത്രയാ? 44 ഗ്രാം. ശ്രദ്ധിക്കുക, 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന എത്ര ടെമ്പറേച്ചറിലാ? ഇവിടെ കണ്ടെത്തണം. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് അല്ലെ? ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ മീനിങ് ശ്രദ്ധിക്കുക. ഇത് 1 മോൾ കത്തിക്കുമ്പോ അല്ലെങ്കിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന ടെമ്പറേച്ചറാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു എത്രയാണ്? 393.5. ശരിയാണ് അല്ലേ? ഓക്കെ. then 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു എത്രയായിരിക്കും? മൈനസ് 393.5 ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പറയും. 1 ഗ്രാം എന്തിനാണ് 1 ഗ്രാം ചെയ്തത്? നമുക്ക് എത്ര ഗ്രാമാണ് വേണ്ടത്? 35.2 കേട്ടോ. 35.2 gram of CO2 equal to 393.5 divided by 44 into 35.2. ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്ലസ് ആകും. എന്തുകൊണ്ട് പ്ലസ് ആകും? ഇവർ ചോദിച്ചിരിക്കുന്നത് കാർബണിനെ കത്തിച്ചാൽ കിട്ടുന്നതാണ് മൈനസ്. കത്തിക്കുന്ന റിയാക്ഷന്റെ പേരെന്താ? എക്സോതെർമിക്. എക്സോതെർമിക്കില് ഇത് ഉണ്ടാകുമ്പോ ആ മൈനസ് കൊടുക്കണമെന്നില്ല, അത് കത്തിച്ച് പോയല്ലോ കേട്ടോ. അതുകൊണ്ട് ഇത് പ്ലസ് ആക്കി കൊടുക്കും കേട്ടോ. അപ്പൊ എത്ര എനർജി ഡിഫറൻസ് ആണ് എന്നുള്ളത് ഇതാണ് ആൻസർ കേട്ടോ. ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കാം കേട്ടോ. ഒരു ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ തരുമ്പോൾ എന്ത് നമ്മുടെ ആ റെഡിമെയ്ഡ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കി ക്ലിയർ ചെയ്ത് ചെയ്യണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. തെർമോഡൈനാമിക്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാങ്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 1 by 1 ആയി ചെയ്യും. ഇന്ന് അതിന്റെ ആൻസർ കീ അയക്കും. ആൻസർ കീ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. അപ്പൊ ആൻസർ കീയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കാരണം അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കീ പോകും. അതിന്റെ മെയിൻ തോട്ടോ അല്ലെങ്കിൽ അതിന്റെ ഐഡിയാസ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ചെയ്തു എന്ന് കരുതി അത് ഓക്കെ എന്ന് വിചാരിക്കുന്നത് വീട്ടിൽ പോയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇത് വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാത്തിനും ബാക്കിൽ ആൻസർ കീ ഒരുമിച്ചിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി.
അതിലെല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പതുക്കെ തുടങ്ങണം. എക്സാം ആണ് അല്ലേ? ജനുവരി ലാസ്റ്റ് വീക്ക് ആവുമ്പോൾ എന്തായാലും എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്. അത് വെച്ച് ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്തേക്കണം. അങ്ങനെ അവർക്ക് നെക്സ്റ്റ് ഇയർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഓൺലൈനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യാനായിട്ട്. 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു എയിമിലേക്ക് എത്താൻ കേട്ടോ. ചെയ്തു 67 അല്ലേ? അങ്ങനെ ചെയ്തു. അപ്പൊ പലരും പല രീതിയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 67 ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെ പ്ലാനറ്റിംഗ് വേണം കേട്ടോ. കുറെ നോക്കിയൊക്കെയാണ്, അങ്ങനെയല്ല. ഈ 10 ആണെങ്കിൽ 10 കേട്ടോ. ഇവിടെ ഒരാൾ 14 ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ 35 കേട്ടോ, 35. അപ്പൊ അങ്ങനെ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലാരിറ്റി ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്ത് വെറുതെ വേണമല്ലോ ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കും കേട്ടോ. ചോദിക്കും ഇന്ന റാങ്കായിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പാരലായിട്ട് പോകണം. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. ഇന്നത്തെ ഡോക്ടർ കണ്ടില്ലല്ലോ. ഇതിന്റെ ആൻസർ വരുന്നത് 314.8. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ 6.12 കേട്ടോ. 6.12 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് എക്സസൈസ് 12 5.12 കേട്ടോ. എന്റെ പഴയ ബുക്ക് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. 5.12 അല്ലേ? 5.12 കേട്ടോ. ഒന്ന് വായിച്ചു തുടങ്ങി, എന്നിട്ട് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. 5.12 Find the value of delta RH for the reaction. Reaction. The enthalpy of formation of CO. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. Enthalpy of formation of CO എന്ന് പറയുന്നത് CO എവിടെ എഴുതണം? അല്ലെ, ഈ സൈഡിൽ CO എഴുതണം കേട്ടോ. ഇപ്പുറത്ത് എന്ത് വരും? CO2 അല്ലെ? CO2 is CO. അത് ബാലൻസ് ചെയ്യണം അല്ലെ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുന്ന കാണാൻ പറ്റും, അങ്ങനെ എഴുതുന്നില്ല. ഇപ്പൊ നമുക്ക് നോക്കാം. Enthalpy of formation of CO, CO2, N2O, N2O4 എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഏതൊക്കെയാണത് എഴുതുക? -110, -393.81 അങ്ങനെ എല്ലാത്തിന്റെയും വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. Then respectively എന്ന് പറയും. Find the value of delta RH for the reaction. റിയാക്ഷൻ എന്താൽപ്പിയാണ് കണ്ടെത്തുന്നത്. ഓരോന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട് എന്നത് അതിൽ നിന്നാണ് നമ്മൾ ക്ലിയർ ചെയ്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ തന്നേക്കുന്ന ആ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഇക്വേഷൻ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഗിവൺ ആയിട്ടൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നിന്നാണ് അത് കണ്ടെത്താൻ പോകുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ N2O5 N2O4 plus 3CO gives N2O plus 3CO 2 ആണ് 3CO.
എല്ലാം ഗ്യാസ് ആണ്, ജി ആണ് അല്ലെ, എല്ലാം ജി ആണ് ഗ്യാസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ആണ് ചോദിച്ചത്. ഇതിന്റെ ഡെൽറ്റ ആർ എച്ച്, ഡെൽറ്റ ആർ എച്ച്. ഇനി ഗിവൺ ആയിട്ട് തന്നേക്കുന്ന ഏതൊക്കെയാണ്? ആക്ച്വലി ഗിവൺ ആയിട്ട് തന്നേക്കുന്നത് CO, CO2, N2O, N2O4. ഇതിനെല്ലാത്തിനും തന്നിട്ടുണ്ട് അല്ലെ, എല്ലാത്തിനും തന്നിട്ടില്ലേ? ഓക്കെ, ഓരോന്നിനായിട്ട് പറഞ്ഞാലോട്ടായിരിക്കും. ഇതിനൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ N2O4 എത്ര വാല്യൂ? മൈനസ് വെറുതെ 9.7. ഇരുപത് എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, സിഒന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 110 മൈനസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ എത്ര? N2O 81 മൈനസ് 390 നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ ആണ് ഇങ്ങനെ തന്നേക്കുന്നത്. ഓരോന്നിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, അതിന്റെ എല്ലാം ഫോർമേഷൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഴുതിയ ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു ഇത് താഴെ എഴുതി വെച്ചേ. ക്വസ്റ്റ്യൻ നോക്കണം, പല രീതിയിൽ എഴുതി. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു സം ഓഫ് formation enthalpy of product, sum of formation enthalpy of product minus sum of formation enthalpy of reactants. Sum of formation enthalpy of product minus sum of formation enthalpy of reactants. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം എവിടെ നോക്കിയേ, N2O എത്ര വാല്യൂ? N2O 81 പ്ലസ് എന്ത് ചെയ്യണം? ഇത് CO2 ന്റെ വാല്യൂ ആണ് മൈനസ് 393. എത്രയുണ്ട്? 3 ഇൻറ്റു എത്ര വാല്യൂ? മൈനസ് 393. ഓക്കെ, ഇത് മുഴുവനും ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ഇതിങ്ങനെ ഇടണം, ചെയ്യണം. മൈനസ് എന്ത് വരും? എത്രയാ? N2O4 എത്രയാ? 9.7 പ്ലസ് 3 CO ആണ്, 3 ഇൻറ്റു മൈനസ് 110. ഇത് രണ്ടും കണ്ടെത്തിയത് മാത്രം ചെയ്യാം. കേട്ടോ, എഴുതുമ്പോ ആടുകളൊക്കെ ഇട്ട് പ്ലസും ഇതും ഇൻറ്റും ഒക്കെ കൂടി ഫോളോ ചെയ്ത് ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് വൃത്തിയിൽ ചെയ്യാൻ നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരും. മൈനസ് 2 ആണ്. അല്ലെങ്കിൽ ഇവിടെ വേറെ വ്യത്യാസമാണ്. ത്രീ 93 into 3 ചെയ്തു. ഇത് ചെയ്തിട്ടോ? വെറും മൈനസ് പ്ലസ് ഒക്കെ അല്ലേ? അത് മാറിപ്പോ അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു.
ആൻസറോട് കിട്ടിയിരിക്കുന്ന -777.7 കിട്ടിയോ? മനസ്സിലല്ലേ എത്ര കിട്ടി? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ആൻസർ അല്ലേ കേട്ടോ. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ നെഗറ്റീവ് വാല്യൂ കിട്ടും. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മൈനസ് വാല്യൂ ഇത് അല്ലെ 97 ആണ്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുന്നത് പറ്റും, ഇത് മൈനസ് പ്ലസ് ആകും, ഇത് മൈനസ് ആകും. ശരിയല്ലേ? അപ്പോ കേട്ടോ ഈ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോ കാൽക്കുലേഷൻ ആണ് യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ കേട്ടോ. യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ എൻതാൽപ്പി ആണ്, അതുകൊണ്ട് കിലോ ജൂൾ പെർ മോൾ. നമ്മൾ കിലോ ഇത് മാറ്റിയിട്ടില്ല, കിലോ ജൂൾ പെർ മോൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് വേഗം ചെയ്യണം. 6.13 വായിച്ചെല്ലാവരും 6.13. ഒരു കാര്യം പറഞ്ഞേക്കാം, വീഡിയോ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്തത് അയച്ചു തന്നെ കേട്ടോ. മറക്കരുത്, അല്ലെങ്കിൽ വെറുതെ ചെയ്ത് മിസ്റ്റേക്കോ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ചെയ്തു നോക്കണം. Given N2 plus 3H2 gives 2NH3. Delta RH തന്നിട്ടുണ്ട്. What is the standard enthalpy of formation of NH3 gas? ഇതാണ് ഒന്ന് എന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. ഒരു തന്നിരിക്കുന്നത് റിയാക്ഷൻ എന്താൽപ്പി ആണ്. കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 13 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13 കേട്ടോ. 13 ലെവൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് N2 plus 3H2 gives 2NH3. ഇത് ഡെൽറ്റ RH എത്രയാണെന്ന് എഴുതുന്നു പറഞ്ഞേ. മൈനസ് 92.4. റിയാക്ഷൻ എന്താക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും റിയാക്ഷൻ നടക്കാനായിട്ടുള്ള എനർജിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിയാക്ഷൻ എന്താക്കി. അവർക്ക് വേണ്ടതെന്താ നോക്കിയേ. ഫോർമേഷൻ ഓഫ് എന്ത്? NH3. ഫോർമേഷൻ ഓഫ് NH3 എന്ന് പറയുമ്പോൾ ആദ്യം എവിടെ എഴുതണമെന്ന് പറഞ്ഞേക്കണം. NH3 ഇവിടെ എഴുതണം. എവിടെ നിന്ന് ഫോം ചെയ്തു? N2 plus H2. N2 plus H2 ഉണ്ടായതാണ് NH3. ഈ NH3 എപ്പോഴും 1 മോൾ ആയിരിക്കും. ഫോർമേഷൻ എപ്പോഴും പറയുന്നത് 1 മോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൈട്രജൻ ഇവിടെ 1 ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 1 ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ 1 ആയോ? നമ്മൾ എന്ത് ചെയ്യണം? 1/2. വെരി ഗുഡ്. 1/2 പ്ലസ് H2 ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. 3 ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 3 അല്ലേ, ഇവിടെ എനിക്ക് 3 മതി. 2 വേണ്ട, 3 ആക്കണം. എന്ത് ചെയ്യണം? 3/2. വെരി ഗുഡ്. 3/2 കണ്ടോ? 2 2 ക്യാൻസൽ ആവുന്നില്ല. ഏരിയസ് ഇപ്പൊ ഇവിടെ 5 ആയിരുന്നു, എന്ത് ചെയ്യും? 5/2. അതാണ് പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോ ഈ 2 2 ക്യാൻസൽ ആവും. ഇത് 3 കറക്റ്റ് അല്ലേ? ആൻസർ അല്ലേ? ഇതാണ് വേണ്ടത്. ഇതാണ് ഡെൽറ്റ എഫ് എച്ച് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൽ ഇത് നോക്കിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് പറഞ്ഞാൽ ഇത് 2 മോളിന്റെ ആണ്. ഇത് എത്രയാ? 1 മോൾ. അപ്പൊ 1 മോൾ ഉണ്ടാകാനായിട്ട് എത്രയായിരിക്കും? 2 മോളിന്റെ അല്ലേ റിയാക്ഷൻ താല്പര്യം. 1 മോൾ ആക്കണം. അപ്പൊ എന്തായിരിക്കും? ഡെൽറ്റ എഫ് എച്ച് ഈക്വൽ ടു എന്തായിരിക്കും? -92.4 ഡിവൈഡഡ് ബൈ 2. എന്തുകൊണ്ടാ? ഇത് 2 മോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് റിയാക്ഷൻ എന്താൽപ്പി, 1 മോൾ ഉണ്ടാകുന്നതാണ് ഫോർമേഷൻ എന്താൽപ്പി. എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യണം.
മൈനസ് 6.2 അല്ലേ? ഈ ക്വസ്റ്റൻ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ. പലപ്പോഴും ചെയ്യും ഇതെന്താണ് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇതും തന്നിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് NSB എന്നൊക്കെ തന്നിട്ടുണ്ട്, വീണ്ടും NSB ഇതൊക്കെ എന്താണ് കേട്ടോ. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ വേഗം നോക്കാം. നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ. അടുത്ത വലിയൊരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ച് വായിക്കുന്ന ക്വസ്റ്റൻ ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH2OH ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എന്നിട്ട് 3 ഇക്വേഷൻ ആണ് ആ ഡാറ്റ ചെയ്തത്. അപ്പൊ തന്നേക്കുന്ന ഡാറ്റ വെച്ച് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് മെത്തനോൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് മെത്തനോൾ. ഇത് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരും കേട്ടോ. മെത്തനോളിന്റെ ഫോർമേഷൻ എൻതാൽപ്പി ഇയാൾ പറഞ്ഞു കേട്ടോ. ഇക്വേഷൻ ഇതിന്റെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 14th ക്വസ്റ്റ്യൻ ആണ് മര്യാദ പഠിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം വായിച്ച് ക്വസ്റ്റ്യന്റെ ടൈപ്പ് മനസ്സിലാക്കുക. ഇനി അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കാം. ഗൈഡുകളിൽ ആൻസർ കീ അയച്ചു തരും. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവർ 1-2 ആഡ് ചെയ്യുന്ന ആൻസർ കിട്ടും. എങ്ങനെ കിട്ടി, എന്തുകൊണ്ടാണ് ഇക്വേഷൻ കിട്ടി അത് പറയില്ല. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറയാം. എങ്ങനെയായിരിക്കും, എവിടെ എഴുതണം? പ്രൊഡക്റ്റ് സൈൻ കേട്ടോ. ഫോർമേഷൻ കേട്ടാൽ ഇവിടെ എഴുതിയില്ല. ഇത് 1 മോൾ ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ 7 ബാലൻസ് 7 നോക്കരുത്. ഇത് 1 മോൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ എഴുതും? C പ്ലസ് അവിടെ എന്തൊക്കെ എഴുതുന്നത്? ഹൈഡ്രജൻ ഉണ്ടല്ലേ, H2. എത്ര ഹൈഡ്രജൻ ഉണ്ട് പറയാ. അപ്പൊ എത്ര കൊടുക്കണം? 2H2. ഇനി ഓക്സിജനിലെ പ്ലസ് O2. എത്ര ഓക്സിജൻ ഉണ്ട് അവിടെ? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ എത്ര കൊടുക്കണം? 1/2. ഇതാണ് ഫോർമേഷൻ. ഇതാണ് അവർക്ക് വേണ്ടത്. ഡെൽറ്റ FH ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കണം, ബോക്സ് ഇട്ട് വെക്കണം. കുറെ ക്വസ്റ്റ്യൻ എഴുതും. ഇതാണ് അവർക്ക് കണ്ടെത്തുന്നത്. ഞാൻ ബോക്സ് ഇട്ട് വെച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാ ഇങ്ങനെ എഴുതി വെക്കണം. വലിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബോക്സ് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല. ഇനി ആ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ടാണ് അടുത്ത പരിപാടി. അങ്ങനെ പറയിപ്പിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ ആ 3 ഇക്വേഷൻസ് എന്ന് പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് കണ്ടെത്താൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ തരില്ല. ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് മെത്തനോൾ എന്നേ തരുള്ളൂ. അപ്പൊ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? മെത്തനോൾ എഴുതി അതിലുള്ള എലമെന്റുകൾ ഇതുണ്ടോ, സി. ഇതെന്താ ഇങ്ങനെ എഴുതിയത്? 4H എന്ന് എഴുതാൻ ഡയാറ്റമിക് ഹൈഡ്രജൻ. ലോകത്തിലുള്ള ഗ്യാസുകളെല്ലാം ഡയാറ്റമിക് എക്സെപ്റ്റ് നോബിൾ ഗ്യാസ്. അതുകൊണ്ട് H2 എഴുതി. ഓക്സിജൻ നമുക്ക് O എന്ന് എഴുതാൻ പറ്റൂല, അവിടെ ഒരു O ആണ്. അപ്പൊ O2 എന്ന് എഴുതി. അത് ഒരു ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഹാഫ് O2, 2 × 2 ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ കിട്ടും. അങ്ങനെയാണ് ഇത് കണ്ടെത്തിയാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അതെല്ലാം ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് തന്നേക്കുന്നതാണ്. ഗിവൺ ആയിട്ട് തന്നേക്കുന്ന എന്തൊക്കെയാ പറഞ്ഞു? CH3OH plus 3/2 O2 is CO2 plus 2H2O plus 2H2. minus 726. രണ്ടാമത്തെ ഇക്വേഷൻ 1 എന്നാണ് കേട്ടോ. ഇത് ഇക്വേഷൻ 1 അവർ തന്നേക്കുന്നതാണ്. അവരിങ്ങനെ ഒരു തരുള്ളൂ. നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് എഴുതാം. plus O2 is CO2 delta H CH. C കത്തിക്കുക. കമ്പഷൻ ആയതുകൊണ്ടാണ് കത്തിക്കുന്നത്. C minus 3. അടുത്ത H2 plus 1/2 plus 1/2 is H2O. Fusion is minus 286. Minus 286. 286.
അടുത്ത ആള് ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ട്. ഇതിന്ന് ഈ മൂന്ന് ഇക്വേഷനിൽ ഇത് കണ്ടെത്തണം. ഈ മൂന്ന് ഇക്വേഷനിൽ ഇത് കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്യണം? മെത്തേഡ് എന്ന് പറഞ്ഞു കൊടുത്തേ. ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ അല്ല നോക്കണ്ട, ഇവിടെ നോക്കണം അല്ലെ? ആ മെത്തേഡ് ശ്രദ്ധിക്കാം. എന്ത് ചെയ്യണം? കാർബൺ എവിടെ ശ്രദ്ധിച്ചേ? ഈ കാർബണില്ലേ ഈ മൂന്ന് ഇക്വേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇക്വേഷൻ 2 ശ്രദ്ധിക്കുക. ഈ കാർബൺ ഒരെണ്ണല്ലേ ഇവിടെ പറഞ്ഞല്ലേ, അത് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ 2 പ്ലസ്. എന്തുകൊണ്ട് ഇക്വേഷൻ 2 എടുത്തത്? ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കാർബണിനെ കിട്ടണം അല്ലേ? ഈ മൂന്ന് ഇക്വേഷനിൽ ഇത് ഉണ്ടാക്കണം. അതുകൊണ്ടാ അത് ഇക്വേഷൻ 2 പ്ലസ്. ഇനി അടുത്ത് നോക്കിയേ 2H2 ഈ ഇക്വേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? 2H2 തേർഡിലുണ്ട്, ഒരു H2 ഉള്ളൂ അല്ലെ? ഒരു H2 ഉള്ളൂ. 2H2 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ 3 എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2. അപ്പൊ ഇക്വേഷൻ 3 ൽ ഹൈഡ്രജൻ ഉണ്ട്, അത് 2 ഹൈഡ്രജൻ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് 2 ഹൈഡ്രജൻ ആണ് അല്ലെ? അത് ഇക്വേഷൻ 3 into 2. ഇക്വേഷൻ 3 into 2. ഇനി ഓക്സിജൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, അതുകൊണ്ട് ഓക്സിജൻ നോക്കണ്ട. ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ. അത് തനിയെ വന്നോളൂ, അത് തനിയെ വന്നോളൂ. അപ്പോ ഓക്സിജൻ വേണ്ട. പിന്നെ വരേണ്ടത് CH3OH. ഈ ഇക്വേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഫസ്റ്റിലുണ്ട്. പക്ഷേ CH3OH ഫസ്റ്റിൽ എവിടെയാണ് ഉള്ളത്? റിയാക്ടന്റ് സൈഡിൽ. റിയാക്ടന്റ് സൈഡിൽ വേണോ? നമുക്ക് വേണ്ട. പ്രൊഡക്റ്റ് സൈഡിലേക്ക് ആക്കണമെങ്കിൽ ഇത് റിയാക്ടന്റ് സൈഡ് അല്ലേ, അത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് ആക്കണമെങ്കിൽ മൈനസ്. അപ്പൊ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3 into 2 മൈനസ്. ഈ ഹോൾ ഇക്വേഷൻ നമ്മൾ ചെയ്യും മൈനസ് ഇക്വേഷൻ 1. എന്തുകൊണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്തത് ഒന്ന് പറഞ്ഞേ. CH2OH എവിടെയാണ്? റിയാക്ടന്റ് സൈഡ്. അതിനെ എപ്പോഴത്തേക്ക് മാറ്റണം? പ്രൊഡക്റ്റ് സൈഡിലേക്ക്. അതുകൊണ്ട് ഇക്വേഷൻ 1 സബ്സ്ട്രാക്ഷൻ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ വേഗം ചെയ്തോ. ഇക്വേഷൻ 2 ന്റെ വാല്യൂ കൂടെ കൊടുക്കുക, എന്നിട്ട് പറയാ ആൻസർ. എത്ര? ഇക്വേഷൻ 2 മൈനസ് 393 അല്ലേ? പ്ലസ് ഇക്വേഷൻ 3 യുടെ വാല്യൂ എത്രയാ? മൈനസ് 286 into 2. ഓക്കെ, എന്ത് ചെയ്യണം? ഈ ഓൾ ഇക്വേഷൻ ഈ ഇവിടെ കിട്ടുന്ന വാല്യൂ എടുക്കണം. എന്നിട്ട് മൈനസ് ഇക്വേഷൻ എന്താണ്? മൈനസ് 726. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? എന്നിട്ട് ആൻസർ ഇവിടുത്തെ ചലഞ്ച് എങ്ങനെയാ നോക്കണ്ടേ? ഒരു ശ്രദ്ധിക്കട്ടോ, എങ്ങനെയാ നോക്കണ്ടേ? ആ മെത്തേഡ് കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് കുറെ ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ കിട്ടിയെന്നത് ഈ കാർബൺ ഇവിടെ ഉണ്ട്, ആ ഇക്വേഷൻ നോക്കുക, മാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടിയ അത്രയും മൈനസ് അല്ലല്ലോ 239 മൈനസ് 239 ആണ് ആൻസർ. ഒരാൾക്ക് കിട്ടി അല്ലേ? മൈനസ് 239. ഒരാൾക്ക് കിട്ടിയ ആൻസർ എക്സാമിൻ ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവുമ്പോൾ സമാധാനമായിട്ട് വെറുതെ സ്ട്രക്ചർ കൊടുക്കും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കണം, വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. മനസ്സിലായി? നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബ്രാക്കറ്റോ ഓപ്പൺ ചെയ്യുന്ന കറക്റ്റാണോ, ഒരു 2-3 സ്റ്റെപ്പ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അതൊന്ന് കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്തൊന്നും ചെയ്യാൻ പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പോകട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 കേട്ടോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഓർത്തോട്ടെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ആലോചിച്ച് ചെയ്യണം. Calculate the enthalpy change for the process from the CCl4 is C plus 4Cl and calculate bond enthalpy CCl is CCl4 from the given delta vaporization of H CCl4 our value no delta formation of H value no delta atomization enthalpy 715 kilojoule per mole where delta atomization enthalpy is of atomization of A and what is Cl2
Calculate the enthalpy change of the formation ആണ് ചോദിച്ചിരിക്കുന്നത് പ്രോസസ്. ചെയ്ത് നോക്കിയ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും നോക്കിയേ. ഇതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ സ്റ്റെപ്പ് ഒക്കെ വരും. ഇതേപോലത്തെ സ്റ്റെപ്പുകൾ എഴുതി എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാനിപ്പോ എഴുതുന്നു, വായിക്ക് ഈസി ആയിട്ട് തോന്നും, ഹാപ്പി അങ്ങനെ എഴുതുന്ന കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15 കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ എഴുതി പോന്ന CCl4 gives C+4Cl. എഴുതിയാലും CCl4 gives C+4Cl. അതാണ് കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തണം. തന്നേക്കുന്നത് ഏതൊക്കെ ഇക്വേഷൻസ് ആണ്? ഓരോന്നായിട്ട് ഇക്വേഷൻസ് എഴുതി പോകണം. ഫസ്റ്റ് തന്നേക്കുന്നത് വേപ്പറൈസേഷൻ എൻതാൽപ്പി ഓഫ് CCl4. അപ്പൊ എങ്ങനെ എഴുതും? വേപ്പറൈസേഷൻ എൻതാൽപ്പി ഓഫ് CCl4. വേപ്പറൈസേഷൻ എൻതാൽപ്പി ഓഫ് CCl4. CCl4 ന്റെ വേപ്പറൈസേഷൻ എൻതാൽപ്പി CCl4. വേപ്പറൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേപ്പറൈസേഷൻ എൻതാൽപ്പി ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡ് ടു ഗ്യാസ്. ഇതിന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു എന്ന് പറഞ്ഞേ? 30.5. 30.5. ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1. അടുത്ത ഇക്വേഷൻ 2 വരാം. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇക്വേഷൻ 2 ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് CCl4. അങ്ങനെ കണ്ടാ എന്ത് എഴുതും നമ്മള്? ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് CCl4. അല്ലേ, ഇവിടെ എഴുതണം അല്ലെ? CCl4 ഫോർമേഷൻ എൻതാൽപ്പി അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? C+2Cl ഇങ്ങനെ എഴുതണം കേട്ടോ. 2Cl ഇതാണ് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് CCl4. എത്ര വാല്യൂ? -135.5. അടുത്തത് ഒരു പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? ആക്ച്വലി ആറ്റമൈസേഷൻ എൻതാൽപ്പി ഓഫ് കാർബൺ അല്ലെ? കാർബൺ അല്ലേ തന്നിരിക്കുന്നത്? ആറ്റമൈസേഷൻ എൻതാൽപ്പി ഓഫ് കാർബൺ കേട്ടോ. ആറ്റമൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ എന്താ? 1 മോൾ അല്ലെ? 1 മോൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആറ്റമൈസേഷൻ എൻതാൽപ്പി. ഒരു കാർബൺ ഇവിടെ എടുക്കണമെങ്കിൽ ആ കാർബണിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതും ആറ്റമൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പോ ഇവിടെ എഴുതുമ്പോൾ ഇക്വേഷൻ 3 C തന്നെയാണ്. ഇവിടെ സോളിഡ് ആണെങ്കിൽ ഇത് ഗ്യാസ് ആയി. ഇതാണ് അതിന്റെ ആറ്റമൈസേഷൻ എൻതാൽപ്പി. എത്രയായിരുന്നു വാല്യൂ? 715.0. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടല്ലോ. Cl2 അല്ലെ? ക്ലോറിൻ ആറ്റമൈസേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്.
അല്ലെ ക്ലോറിൻ ഓൾറെഡി ഗ്യാസ് ആണ്, Cl2 ആണ്, ഗ്യാസ് ആണ്, അതിനെ ആറ്റം ആക്കി മാറ്റണം. 2Cl അതും ഗ്യാസ് തന്നെയാണ്. ഇനി ആറ്റം എത്ര വാല്യൂ 242 240. Then ആദ്യത്തേതിൽ അവര് ഗ്യാസ് ഒക്കെ തന്നേക്കുന്ന ഒന്ന് എടുത്ത് എഴുതാം. അവിടെ G ഈ കാർബൺ എന്ന് പറയുന്നത് G ആണ്, അതുപോലെ Cl ഒന്ന് എഴുതി വെച്ചേ കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ എല്ലാം അല്ലെ. CCl4G, CG, CCl4G. പോസിറ്റീവ് ആവാം, അതുപോലെ തിരിച്ചുവാണെങ്കിൽ ഇത് മൈനസ് ആണെങ്കിൽ അത് പ്ലസ്. ഇതിനടുത്ത് ഇപ്പത്തേക്ക് മറക്കണമെങ്കിൽ മൈനസ് പ്ലസ് ആകും, ഓപ്പോസിറ്റ് ആവും. നേരത്തെ കണ്ടില്ലേ, ഇത് ഇവിടെയാണ്, അത് അപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ഇനി ഓരോന്നും ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോ CCl4 അല്ലെ, ആദ്യത്തെ ഓർക്കുക ഇവിടെ കണ്ടോ, ഇത് അതേ സ്റ്റൈലിലെ ഗ്യാസ് ആണ്, ശരിയല്ലേ? ഒരേ ഇതല്ലേ, ഒരേപോലെ വരുന്നതൊക്കെ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്തെടുക്കും. നേരത്തെ നമ്മളതല്ലേ കാർബൺ ഒരേപോലെ കിടക്കും. നമുക്ക് ഇവിടെ കാർബൺ ആവശ്യമുള്ളതല്ലേ, ശരിയല്ലേ? കാർബൺ ആവശ്യമുള്ളതല്ലേ. അപ്പൊ ഇക്വേഷൻ 3 പ്ലസ്. എന്തുകൊണ്ട് ഇക്വേഷൻ 3 പ്ലസ് ആവുന്നേ? കാരണം ഇവിടെ തുടങ്ങാം നമുക്ക്, പക്ഷെ അത് വേണം, ഇവിടെ നിന്ന് തുടങ്ങാം. ഇക്വേഷൻ 3 എന്തുകൊണ്ടാണ്? ഇവിടെ കാർബൺ ഗ്യാസ് ആണ്, അപ്പൊ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 into 2. എന്തുകൊണ്ടാണ് ഇക്വേഷൻ 4 into 2 ആവുന്നേ? 2Cl ആണ് ആക്ച്വലി, അത് 4Cl ആകണം. ഇത് 2Cl ആണ്, അത് 4Cl ആകണം. ഒരേ ഫോർമാറ്റിൽ കിടക്കുന്ന ആദ്യം എഴുതുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. ഈ സൈഡിലല്ലേ ഇവിടെ കിടക്കുന്നത്, ശരിയല്ലേ? ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്, ഒരേ ഫ്രെയിമിലാണ്, അപ്പൊ അതുപോലെ എടുത്തെഴുതാം. അപ്പൊ മൈനസ് കൊടുക്കാം ചെയ്യാം കേട്ടോ. ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ കേട്ടോ, ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി ഓർഡർ പറയാണ്. ഇവിടെ സി ഉണ്ട്, അതേ ഫോർമാറ്റിൽ ഇവിടെ കിടപ്പുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ ഒന്ന് തുടങ്ങി ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ എന്തായിരുന്നു 4 into 2. എന്തുകൊണ്ടാണ് 4 into 2 ചെയ്യുന്നത്? 2Cl. ഇനിയാണ് നമുക്ക് ഈ CCl4 ഒന്ന് തിരിക്കണം കേട്ടോ. അപ്പൊ അതിനൊന്ന് എഴുതി വെക്കുക. മൈനസ് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. എന്തുകൊണ്ടാണ് മൈനസ് ഇക്വേഷൻ 1 വരാൻ കാരണം? മൈനസ് ഇക്വേഷൻ 2. എന്തുകൊണ്ടാണ് ഇക്വേഷൻ മൈനസ് 2 വരാൻ കാരണം? മൈനസ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ CCl4 അല്ലെ, ഓർക്കുക നമുക്ക് ഇവിടെ അല്ല വരണ്ടേ, എവിടെ വരണ്ടേ? ഗ്യാസ് ആണ് അല്ലെ, അതിന് ഇപ്പുറത്തേക്ക് ആക്കണമെങ്കിൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വന്നേക്കുന്നത് ഈ CCl4 അല്ല, ഓർക്കുക ഇതിനെ ഇപ്പുറത്തേക്ക് മറച്ചു വരണം. ഇതെന്തായിരുന്നു ആക്ച്വലി? ഇതിന്റെ എന്തായിരുന്നു എഴുതി വെച്ചേക്കുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെച്ചേക്കുന്ന വായിച്ചേ. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? അല്ല, അവിടെ തന്നേക്കുന്ന വാല്യൂല് അവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു വേർഡ് ഉണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണ്. സെക്കൻഡ് ഫോർമേഷൻ ഉണ്ടാക്കി.
ഉണ്ടാവുന്നതാണ് അല്ലെ. ഫോർമേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നതാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഉണ്ടാവണം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സോളിഡിൽ നിന്ന് ലിക്വിഡിൽ നിന്ന് എന്താക്കണം, ഗ്യാസ് ആക്കണം. ഇത് എന്തായിരിക്കും, ലിക്വിഡ് ആണ് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇടുന്നത്. ഇതുണ്ടാവുന്നത് ലിക്വിഡ് ആണ്, ഇതിനെ പിടിച്ച് ഗ്യാസ് ആക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ട് മൈനസ് കേട്ടോ. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഡൗട്ട് വരും, സാറേ ഈ CCl4 ഇവിടെ കിട്ടി, വീണ്ടും ഈ CCl4 വരാണോ? എന്തുകൊണ്ടാണ് ഇവിടെ കിട്ടുന്ന ആദ്യം കിട്ടുന്ന ലിക്വിഡ് അതിനെ ഗ്യാസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം, എത്ര കിട്ടും ആൻസർ? വാല്യൂ കൊടുക്കണോട്ടോ. ഇല്ല, ഇക്വേഷൻ 3 വാല്യൂ കൊടുക്കണം. ഏതായാലും നോക്ക്, 715. ഇക്വേഷൻ 4 242 into 2 minus equation 1 and minus equation 2. Value substitute. കിട്ടിയോ? 1304. വെരി ഗുഡ് കേട്ടോ. റൈറ്റ് ആൻസർ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നല്ലോ 130. ഒന്നും ചെയ്തില്ല. നിങ്ങൾ നിങ്ങളുടെ ടൈം കൊടുത്തോളൂ, കുഴപ്പമില്ല. ആൾക്കാർ ഫാസ്റ്റ് ആയിരിക്കും. സൂപ്പർ ആയിട്ട് കേട്ടോ. ചെറിയ വ്യത്യാസമുണ്ട്, എവിടെയോ മൾട്ടിപ്ലിക്കേഷനിൽ 60 ആയിരിക്കും കേട്ടോ. ചെയ്തേക്കുന്ന പാറ്റേൺ റൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ ചേഞ്ച് വരും. കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഇതിൽ എന്താ കണ്ടത് അതുകൊണ്ട് പറഞ്ഞേക്കാം. ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl4 ആണ്. ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl4. അപ്പോ നമ്മളിപ്പോ നോക്കിയ സമയത്ത് കിട്ടുമ്പോ ഒരു CCl4 ആണ് ഇത് കിട്ടിയിരുന്നത്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എത്ര ബോണ്ട് ഉണ്ട് അതിനകത്ത്? 4 ബോണ്ട്. അപ്പോ ബോണ്ട് എൻതാൽപ്പി അല്ലെ, അപ്പൊ ബോണ്ട് എന്ന് എഴുതി, ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl4. ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl4 ഇത് അതിന്റെ എൻതാൽപ്പിയാണ് വരുന്നത്. എൻതാൽപ്പി അല്ലേ വേണ്ടത്? ബോണ്ട് എൻതാൽപ്പിയാണ് വേണ്ടത്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്തെടുക്കും? ഡിവൈഡഡ് ബൈ 4. ഇത് ടോട്ടൽ എൻതാൽപ്പിയാണ്. ഇത് ടോട്ടൽ എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl4 ഈക്വൽ ടു എങ്ങനെ പറയും? 1304 ഡിവൈഡഡ് ബൈ 4 കേട്ടോ. 1304 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടി? 324 അല്ലേ? 326 കേട്ടോ. 326 647 326 യൂണിറ്റ് എന്തായിരിക്കും? കിലോജൂൾ പെർ മോൾ. വീട്ടിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ, ഈ ആൻസർ എല്ലാം നോക്കട്ടെ. വീട്ടിൽ പോയിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് എല്ലാം കൂടി ആൻസർ ചെയ്യുന്ന രീതിയിലാണ് കുറയേണ്ടത്. ഇത് നല്ല വൃത്തി കൊടുക്കുന്നത്, ചിലത് അങ്ങനെയാണ്. അതുകൊണ്ടാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ യു 0 വാട്ട് വിൽ ബി ഡെൽറ്റ എസ്? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ യു 0 what will be delta s? എന്തായിരിക്കും? For an isolated system. What is an isolated system എന്ന് പറഞ്ഞു? ഫ്ലാസ്ക് ഇമാജിൻ ചെയ്യാം. ആ ഫ്ലാസ്കിനകത്താണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന മോളിക്യൂൾസ്. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഫ്ലാസ്ക് അതിനകത്ത് നിങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡെൽറ്റ യു 0 ആണ്. ഡെൽറ്റ യു 0, ഇന്റേണൽ എനർജി 0 ആക്കിയാണ് കൊടുത്തത്. വാട്ട് വിൽ ബി ഡെൽറ്റ എസ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ യു 0
spontaneous change will occur delta s എങ്ങനെ വരും എന്നുള്ള കണ്ടീഷൻ ആണ് ആയിട്ടുള്ളത് greater than 0 delta s എന്ന് വരും greater than 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവും ഓർക്കുക delta is 0 but delta s എപ്പോഴും പോസിറ്റീവ് because of increasing of disorder എന്ത് ചെയ്യും increase ചെയ്യും അപ്പോൾ മറക്കല്ലേ delta is 0 ആണെങ്കിൽ delta s എന്തായിരിക്കും delta s എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും delta s എന്താ entropy എന്ന് പറഞ്ഞാൽ എന്താ degree of randomness or disorder of the system നല്ല ചൂട് വെള്ളം ഫ്ലാസ്ക് ഒഴിച്ചു വെച്ച് ഇമാജിൻ ചെയ്യാം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ചൂടൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ഫ്ലാസ്ക് എടുത്ത് വെക്കുകയാണ് അത് കഴിഞ്ഞാൽ കുറെ സമയം കഴിയുമ്പോ അതിന്റെ എന്തൊരു ചൂടിങ്ങനെ കുറഞ്ഞു പോയി ഡെൽറ്റ സീറോ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെൽറ്റ എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തുള്ളികളാണെങ്കിൽ നിങ്ങൾ ചാടിക്കുള്ളി നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഫുഡും തരില്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങളുടെ വെള്ളത്തുള്ളിയാണ് മാർക്കോപ്സ് ആണ് നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കുക കുറെ സമയം കഴിയുമ്പോൾ പുറത്തുനിന്ന് വെള്ളമൊന്നും വരില്ല ഫുൾട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഇന്ത്യൻ എനർജി അല്ലേ മനസ്സിലായില്ല മനസ്സിലായി അപ്പൊ പുറത്തുനിന്ന് ഐസൊലേറ്റഡ് സിസ്റ്റം പറഞ്ഞാൽ പുറത്തുകൊണ്ട് തരുമോ ഇല്ല ഇനി ഡെൽറ്റ പോസിറ്റീവ് അല്ലാത്ത എന്തൊക്കെയാണ് എൻട്രോപ്പി ഡിഗ്രി ഓഫ് റാൻഡംനെസ് അപ്പൊ റാൻഡംനെസ് കൂടുതലാണ് സ്പോണ്ടേനിയസ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6.17 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ തനിയെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും നോക്കിയേ രണ്ട് വിദ്യാലയ തനിയെ ചെയ്യാൻ നോക്കാം കേട്ടോ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പറയണം കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ് For a reaction at 298 Kelvin, ശ്രദ്ധിക്കുക അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് എഴുതി വെച്ച് 298 Kelvin എന്ന് പറയുമ്പോൾ 2a plus b equal to c 2a plus b equal to c ടെക്സ്റ്റ് ഇല്ലാത്ത ആൾക്കാരൊന്നും എഴുതി 2a plus b is c അവിടെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് 400 കിലോജൂൾ പെർ മോൾ ഡെൽറ്റ എച്ച് 400 കിലോജൂൾ പെർ മോൾ ക്വസ്റ്റ്യനിൽ തന്നെ എഴുതുക ഡെൽറ്റ എച്ച് 400 കിലോജൂൾ പെർ മോൾ ആൻഡ് ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് 2 kilojoule per mole 2 kilojoule per mole അവിടെ ഡെൽറ്റ എച്ച് തന്നു ഡെൽറ്റ എക്സ് തന്നു ഓർക്കുന്നുണ്ടോ ഡെൽറ്റ എച്ചും ഡെൽറ്റ എക്സും തന്നിട്ടുണ്ട് at what temperature will be the reaction become spontaneous at what temperature will be the reaction become spontaneous at what temperature the reaction becomes spontaneous considering delta H and delta S to be constant over the temperature range. ഇതാണ് ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ഇക്വേഷൻ ആണ് അതാണ് ആദ്യത്തെ ചോദ്യം ഏത് ഇക്വേഷൻ ആണ് ഡെൽറ്റ ആണോ ചോദ്യത്തില് ഒരു വേർഡ് കൂടി റിപ്പീറ്റ് ചെയ്യാം സ്പോണ്ടേനിയസ് spontaneous എന്ന് പറഞ്ഞാൽ എവിടെ ഉപയോഗിക്കണം കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി എന്തായിരുന്നു ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഡെൽറ്റ ജി നെഗറ്റീവ് അപ്പോൾ ഡെൽറ്റ ജി ഇക്വേഷൻ പറഞ്ഞാൽ ഡെൽറ്റ ജി ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് അതിൽ ഏത് ടെമ്പറേച്ചറിലാണ് അത് സ്പോണ്ടേനിയസ് ആകുന്നത് അതാണ് ചോദ്യം ഏത് ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക അപ്പോൾ നമ്മൾ എഴുതണം ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണ് അല്ലേ അപ്പോൾ ഡെൽറ്റ ജി സീറോ എടുത്തിട്ട് ടി കണ്ടെത്തണം ഇക്വേഷൻ ഓഫ് ടുഡേ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ സ്പോണ്ടേനിയസ് അപ്പോൾ ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ എത്രയാണ് ടി അതിനേക്കാൾ ഹയർ ടെമ്പറേച്ചർ കൊടുത്താൽ സ്പോണ്ടേനിയസ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയാലേ സ്പോണ്ടേനിയസ് ആവാം
ആൻസർ കിട്ടിയില്ല എത്ര സമയത്ത്? 200 അല്ലെ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് ചോദ്യം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതും ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ഇതായിരുന്നു ഈക്വൽ. ഡെൽറ്റ ജി പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ്. ഇവിടെ അവർ ചോദിക്കുന്നത് ടി ആണ്. ഇവിടെ ഡെൽറ്റ ജി 0 വെച്ചെടുക്കുകയാണെങ്കിൽ 0 ഈക്വൽ ടു ഡെൽറ്റ ജിന്റെ വാല്യൂ എത്രയാണ്? എച്ച് എച്ച് 400 മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസ് എത്രയായിരുന്നു? 0.2 ആണോ? 2 ആണ് ഡെൽറ്റ എസ് കേട്ടോ. ഡെൽറ്റ എസ് 0.2 അല്ല, ഡെൽറ്റ എസ് 2 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയ ഡെൽറ്റ എസ് നിങ്ങൾ 0.2 ആണ്, 2 ആക്കി കേട്ടോ. കാരണം 2 ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അറിയണ്ട കേട്ടോ. 2 അപ്പൊ എന്ത് വരും? ഈ എത്ര കിട്ടും? ഇക്കസൈനപ്പുറത്തേക്ക് മൈനസ് ആവും. മൈനസും മൈനസും അപ്പൊ എന്ത് വരും? ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടും? 200 അല്ലേ? 200 കെൽവിൻ ആണ് കിട്ടുന്നത്. 200 കെൽവിനില് 0 ആകും. 200 കെൽവിന് 0. 201 വന്നാൽ എന്താവും? നെഗറ്റീവ്. 201 വന്നാൽ ഒരു ടി കേട്ടോ. ഈ 201 വന്നത് നെഗറ്റീവ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ആൻസർ എന്താ? Above 200 Kelvin, the reaction becomes spontaneous. Greater than 200 Kelvin or above 200 Kelvin, the reaction becomes spontaneous. That's the answer. Again, the temperature higher than 200 Kelvin, the reaction becomes spontaneous. So, ഇങ്ങനെ 0 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അതെന്താണോ ഇവിടെയാണ് കൂടുക അല്ലെ? ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ മൈനസ് വാല്യൂ കൂടും. മൈനസ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ജി മൈനസ് ആയ സ്പോണ്ടേനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. For the reaction 2Cl gives Cl2, 2Cl gives Cl2, what will be the sign of delta H and delta S? Delta S and delta H. ഇതാണ് ചോദിച്ചത്. റിയാക്ഷൻ മാത്രം തരികയാണ്. അത് ഒരു പറയാണ്. Delta 2Cl gives Cl2. What will be the sign of delta H and delta S? Delta H എന്തായിരിക്കും? കണ്ടെത്താം. ഇക്വേഷൻ പറഞ്ഞേ. 2Cl അല്ലേ? gives Cl2. ഇങ്ങനെയല്ലേ? ഇവിടെ ആറ്റം കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ആവാണ്. ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവാണ്. അങ്ങനെ വന്നാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ആറ്റം കമ്പൈൻ ചെയ്താൽ എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടുകയോ കുറയും? ഡിക്രീസസ്. എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും കേട്ടോ. ഇയാള് ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇയാളെ വേറെ കൂട്ടി തെറ്റി കഴിഞ്ഞാൽ എന്ത് വരും? ചാടാതെ പതിവ് പറ്റത്തില്ല. ഞാൻ 5-6 ആൾക്കാരെ കൂട്ടി പറ്റും. വീണ്ടും എന്ത് ചെയ്യും? എൻട്രോപ്പി കുറയും അല്ലെ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു അല്ലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു സോളിഡ് ആണ്. ആ സോളിഡിനേക്കാൾ എൻട്രോപ്പി കൂടുതലായിരിക്കും ലിക്വിഡ്. ലിക്വിഡിനേക്കാൾ എൻട്രോപ്പി കൂടുതലായിരിക്കും ഗ്യാസ്. ഗ്യാസ് എൻട്രോപ്പി കൂടാൻ കാരണം എന്താ? അവർ തമ്മിൽ സ്പേസ് കൂടുതലായിരിക്കും. അപ്പൊ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോ എന്താവും? സ്പേസ് അവിടെ കുറഞ്ഞു. അപ്പൊ എന്ത് പറ്റും? എൻട്രോപ്പി ഡിക്രീസസ്. അപ്പൊ അതിന്റെ ആൻസർ ചോദിക്കാം ഡെൽറ്റ എസ് നെഗറ്റീവ്. റീസൺ എന്തായിരുന്നു? ആറ്റം കമ്പൈൻ ടു ഫോം എ മോളിക്യൂൾ, entropy decreases. നോക്കാം. Delta is negative, entropy decreases.
സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്, എൻട്രോപ്പി കുറയുന്നു. അതുകൊണ്ട് ഡെൽറ്റ എക്സിന്റെ സൈൻ മൈനസ് ആണ്. Atom combine to form a molecule. Then degree of randomness decreases. Therefore, delta is negative. Delta H നോക്കാം. Delta H എന്താണ്? Delta H enthalpy ആണ് അല്ലേ? Enthalpy എന്ന് പറഞ്ഞാൽ അല്ലേ? Enthalpy എന്ന് പറഞ്ഞാൽ the amount of energy required to form a molecule. ഒരു മോളിക്യൂൾ എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഫോം ചെയ്യാനായിട്ട് എന്ത് വേണം? എനർജി വേണം അല്ലെ? അപ്പോ ആ എനർജി അത് യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ട് എന്താവും? നെഗറ്റീവ്. ഡെൽറ്റ എച്ച് ദൂരം നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്. എനർജി വേണം അല്ലെ? ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഫോർമേഷൻ എന്താക്കിയാണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ്. The next question. Question number 6.19. 6.19. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ശരിയാക്കണം കേട്ടോ. വീണ്ടും 2 പ്രാവശ്യം എഴുതിയെനിക്ക് കാണാം. വീണ്ടും വീഡിയോയുടെ ക്വസ്റ്റ്യൻ നോക്കി വായിച്ച് ടൈം എടുത്ത് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുമ്പോൾ എന്താ മാത്രമേ മാർക്കിട്ടുള്ളൂ. നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായ പോലെ തോന്നും. പക്ഷെ കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചേ കേട്ടോ. ന്യൂമറിക്കലല്ലേ, റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് എഴുതിയേക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ 6.19. For a reaction 2A plus B gives 2D. Delta U അല്ലേ ഒരു തന്നത് 10.5 kilojoule and delta S minus 44.1 joule. Calculate delta G for the reaction. അതിന്റെ ടെമ്പറേച്ചർ 298 എന്ന് തന്നിട്ടുണ്ട്. And predict whether the reaction spontaneous or not. അപ്പൊ ഈ ഇക്വേഷൻ ആയിരിക്കും പറഞ്ഞേ. Delta G equal to delta H minus T delta H. വേഗം delta G equal to ടെമ്പറേച്ചർ 298 കെൽവിൻ കേട്ടോ. സ്റ്റാൻഡേർഡ് ആണ്. ഡെൽറ്റ യുവിന്റെ താഴെ വല്ലതും നോക്കണോ? അത് ഇല്ലല്ലോ. എന്നിട്ടില്ലെങ്കിൽ കൂടെ സ്റ്റാൻഡേർഡ് എടുത്തേക്കണം കേട്ടോ. എന്നിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 298 കെൽവിൻ കേട്ടോ. എവിടെയെങ്കിലും ടെമ്പറേച്ചർ വന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്താക്കിയതാണ് 298 കെൽവിൻ. ഏതാ കണ്ടതല്ലേ? ഡെൽറ്റ ജി ഈക്വൽ ടു സെയിം ഇക്വേഷൻ അല്ലേ? ഇനി നോക്കിയേ തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെത്തി വേഗം തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. അപ്പൊ കിട്ടും നമുക്ക്. ഒന്ന് പറഞ്ഞേ ഡെൽറ്റ എക്സ് അവര് തന്നിട്ടുണ്ടോ? പറയേ ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്തൊക്കെയാ തന്നേക്കുന്നത്? ഡെൽറ്റ യു. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതാണ് കണ്ടെത്തേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു വെച്ചു. ഈ തന്നേക്കുന്ന എഴുതി വെക്കുക. ഡെൽറ്റ യു എത്രയായിരുന്നു? 10.5. ഓക്കെ. വേറെ എന്താ മൈനസ് 10.5. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. ഓക്കെ. എൻട്രോപ്പി തന്നിട്ടുണ്ട്. ഓക്കെ. എന്താണ്? മൈനസ് 44.1. ഡെൽറ്റ എച്ച് ഇത് തന്നിട്ടില്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു പറയും. രണ്ട് ഇക്വേഷൻ അവിടെ ഇക്വേഷൻ എല്ലാം അവിടെ കിട്ടാനല്ലേ delta u plus delta u plus p delta v. അങ്ങനെയാണ് ഈ p delta v കൂടെ തരുന്നെങ്കിൽ സമാധാനമായി ഇത് കിട്ടിയാനെ ഉണ്ടോ? ഇത് തന്നിട്ടില്ല. p തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ഇക്വേഷൻ എഴുതി പോകണം. delta h equal ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന്. അല്ലാതെ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വരില്ല മനസ്സില്. എന്തെങ്കിലും സ്റ്റെപ്പായിട്ട് ആലോചിക്കണം കേട്ടോ. വെരി ഗുഡ്. delta u plus delta ng അതല്ല പറഞ്ഞത്. ഈ രണ്ട് ഇക്വേഷൻ ആണ് വെച്ചത്. അപ്പോ ഇത് വെച്ചാണ് കണ്ടെത്താൻ പോകുന്നത്. ഇത് വെച്ച് അവിടെ ഇക്വേഷൻ എന്തെങ്കിലും പറഞ്ഞു നോക്കിയേ. ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? 2a plus b gives
2d. അപ്പൊ ഡെൽറ്റ എൻ എത്രയായിരിക്കും? എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞേ? 2a പ്ലസ് ഇ ഗീവ്സ് എന്തായിരുന്നു? delta delta is equal to delta h divided by അതിട്ട delta h കിട്ടുമെന്നാണ്. ടെമ്പറേച്ചർ ഓൾറെഡി 298 ആണ്. delta h കിട്ടും, പക്ഷെ അത് യൂസ് ചെയ്യാൻ പാടില്ല. അത് എൻട്രോപ്പി കണ്ടെത്താൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇന്റേണൽ എനർജി നല്ല സമയത്ത് കിട്ടത്തില്ല. കാരണം ഈ ഇന്റേണൽ എനർജി വെച്ച് കണ്ടെത്താനാണ് പറയുന്നത്. മനസ്സിലായോ? ഇന്റേണൽ എനർജിയാണ് ഇത്. എന്താണ് റിലേഷൻഷിപ്പ് മാത്രമാണ്. എച്ച് കിട്ടത്തില്ല. 2a plus b gives 2d. അവർ തന്നിരിക്കുന്നത് ഇന്റേണൽ എനർജി ആണ് കേട്ടോ. എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഇത് അവർ ഓൾറെഡി ഇന്റേണൽ എനർജി ആണ് തന്നേക്കുന്നത്. ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി വേറൊരു സിസ്റ്റത്തിന്റെയാണ് കേട്ടോ. എന്തുകൊണ്ടാന്ന് പറയുമോ? 1 കിലോ ആപ്പിൾ 1 കിലോ ഓറഞ്ച് രണ്ടും എന്താണ്? സെയിം ആണ്. സെയിം ആണ്. അതിന്റെ വെയിറ്റ് സെയിം ആണ് എന്ന് കരുതി അതിനുള്ളിലെ കണ്ടന്റ് ഡിഫറെന്റ് വരില്ലേ? അതുപോലെ ഇവിടെ എന്ത് വരുന്നു പറഞ്ഞാല് യു തന്നു കഴിഞ്ഞാൽ ആ യു വെച്ചിട്ട് എന്ത് കണ്ടെത്താൻ പാടുള്ളൂ? ഡെൽറ്റ എച്ച് കണ്ടെത്താൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കേട്ടോ. ഇവിടെ ഡെൽറ്റ എൻ എത്രയായിരിക്കും പറഞ്ഞേ? ഡെൽറ്റ എൻ പറയേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കിട്ടത്തില്ല. ഇതിലൊക്കെ ചെയ്ത നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതാത്തതുകൊണ്ടാണ് പറഞ്ഞിട്ട് കിട്ടാത്ത കേട്ടോ. കാണുമ്പോ ഏറ്റവും എളുപ്പമുള്ളത് കാണുന്നു തോന്നുന്നതിലേ നിങ്ങൾക്ക് എറർ വരുള്ളൂ. കാണുമ്പോ ഏറ്റവും എളുപ്പമാണെന്ന് തോന്നുന്ന അവിടെ എറർ വരും. എല്ലാം ചുറ്റും. മനസ്സിലായോ? വലിയ ഭീകരനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചുകൊണ്ട് പോകും കേട്ടോ. ഓക്കെ, ഇവിടെ എഴുതി വെച്ചേ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ്. അപ്പൊ എന്ത് വരും? 2. ഇത് കണ്ടോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 മൈനസ് ഈ 2യുടെ ഫ്രണ്ടിലുള്ള 2 ഇവിടുത്തെ ബിയുടെ ഫ്രണ്ടിൽ 1 എഴുതിയില്ലെങ്കിൽ 1 എന്നാണ്. അപ്പൊ 2 + 1 3. അപ്പൊ എത്രയായിരിക്കും? -1. ഇവിടെ ഡെൽറ്റ എൻ -1 ആണ്. ആറിന്റെ വാല്യൂ 8.31. ഇവിടെ കിലോ ജൂൾ ആണ്, അതുകൊണ്ട് × 10⁻³ കേട്ടോ. എല്ലാം കിലോ ജൂൾ ആണ്, അതുകൊണ്ട് ഇവിടെ 10 × 10⁻². കേട്ടോ. അപ്പൊ ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും 6 8.314. എല്ലാം കിലോ ജൂൾ ആയതുകൊണ്ട് നമുക്ക് 10⁻². ടി എത്രയായിരിക്കണം എടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ടി സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കണം. 298 കെൽവിൻ. ഇവിടെ H = values of QT അല്ലേ? -10.5 plus -1 into 8.314 into 10⁻³ ആറ് കിട്ടി. ടെമ്പറേച്ചർ 298 കെൽവിൻ. അവരുടെ ടെമ്പറേച്ചർ ടി തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എടുക്കണം 298 കെൽവിൻ. അറിയാൻ കിട്ടിയോ? കാൽക്കുലേഷൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആൻസർ പറയുന്നു. അത് 2000 ചെറിയ വാല്യൂ ആണ്. മനസ്സിലായി? 10⁻³ ആണ്, അതുകൊണ്ടാണ്.
ആൻസർ വരുന്നത് -12.978. -12.978 കിട്ടിയല്ലേ? കിട്ടി. ഇത് -3 ലാസ്റ്റ് വിടാത്തോണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഇത് ഇത് ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ അല്ലേ? അതിനെ വെച്ച് 3 ഡിജിറ്റ് പ്രത്യേകം നോക്കാം. ഇവിടെ -1 ഉണ്ട് കേട്ടോ. ഒരു ലോജിക്ക് പറഞ്ഞാൽ ഇവിടെ നോക്കുക. ഇത് 8.3 ആയിട്ട് തന്നെ എടുത്തു. അത് വെറുതെ 10 ആക്കി. 8.3 അല്ല, 10 ആണെങ്കിൽ ഇത് 10. 298 into 10 ചെയ്താൽ 2980. ഡൗട്ട് ഉണ്ടോ? ഇല്ല. മൈനസ് ചെയ്താൽ വരും മൈനസ് ഇൻറ്റു -1 അല്ലേ? അപ്പൊ വരും -298. ഓക്കെ ആണോ? 10⁻³ ചെയ്താൽ വരും എത്ര ഡിജിറ്റ് മാറും? ഇവിടെ 3 ഡിജിറ്റ് മാറും. അപ്പൊ എത്ര വരും? 2.98. ശരിയാണോ? കേട്ടോ, മനസ്സിലായി? ഇത് വെറും 10 ആക്കി എടുക്കും. 10 ആണെങ്കിൽ എത്ര വരും? 2980. അതിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ബൈ 1000 അല്ലേ? അപ്പൊ 2.98. 2.98 ഇതുമായിട്ട് ആഡ് ചെയ്താൽ കിട്ടും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ 5 ഉണ്ട്. അതെന്തുകൊണ്ടാ? ഇത് 8 എടുത്തോണ്ടാ. കണ്ടോ? ഐഡിയ മനസ്സിലായി? മൈനസ് വരും. അതുകൊണ്ട് ചെറിയ വാല്യൂ വരുന്നു പറഞ്ഞേ. മനസ്സിലായോ? ആവറേജ് എത്ര വരുന്നു നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വലിയ ആൻസർ വരുമ്പോ ലൈറ്റ് ആയിട്ടല്ലേ ഇത് കിട്ടിയത്? -10.5 ആണ്. ഇവിടെ ഇത് ചെയ്യുമ്പോ ഇതൊരു 10 ആക്കി എടുത്താൽ പോലും 10 into 298. അപ്പൊ 2980. ഇനി ഡിവൈഡഡ് ബൈ 1000 ആണ് 10⁻³. അപ്പോഴായാലും 2.98 ആണ്. മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അപ്പൊ വരുമ്പോ ആഡ് ചെയ്യും. അപ്പൊ ഒരു 10.5 ഇത് ഒരു 2 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ ഏകദേശം 12 അല്ലെങ്കിൽ 30 ആ ആവറേജിൽ വരും എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, എറർ വരാൻ ചാൻസ് കാരണം ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വലിയ ആൻസർ വന്നത്. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ടൈപ്പ് 6.20 കേട്ടോ. 6.20 ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The equilibrium constant for the reaction is 10. The equilibrium constant for the reaction is 10. Calculate the value of delta G. Calculate the value of delta G. R തന്നിട്ടുണ്ട്. R 8. T 300 Kelvin. 8 R8 കേട്ടോ. അങ്ങനെ എടുത്തോളാനാ പറയണവര് കേട്ടോ. R8 വെച്ച് എടുത്തോ എന്ന് പറഞ്ഞു. R8 T 300 Kelvin. ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ G equal to പറഞ്ഞ ഇക്വേഷൻ അല്ലാതൊരു ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ G തമ്മിൽ ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്യാത്ത അധിക ഇക്വേഷൻ ഡെൽറ്റ G equal to -2.303 RT log Kc. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഈ ക്വസ്റ്റ്യൻ ചാടി പറഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ആലോചിച്ചത്. വേറൊരു ഡെൽറ്റ എച്ചിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ വേഗം തന്നെ ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാറിപ്പോയില്ലേ കേട്ടോ. നമ്മള് KC തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആകെ ഇടുന്നത് KC ആണ്. ഇതല്ല തന്നേക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ തരുമ്പോ ഇതിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അവർ തന്നേക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഏതാ? ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 കേട്ടോ. ലോഗ് 10 1 10 ആണ് കേട്ടോ. ലോഗ് 10ന്റെ വാല്യൂ 1. കിട്ടിയ ആൻസർ അപ്പോ
എത്ര കിട്ടി? ആറിന്റെ വാല്യൂ 8 എടുത്തോളാം പറഞ്ഞു. 300 ലോഗ് കേസിന്റെ വാല്യൂ 10. ലോഗ് 10 എന്ന് പറഞ്ഞാൽ അതിന്റെ 1. ലോഗ് 100 എത്രയാ പറഞ്ഞേ? ലോഗ് 100 2. ലോഗ് 1000 3. ലോഗ് 10 to 7 7. ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? 10 ന്റെ പവറിൽ എഴുതുന്നതാണ് കേട്ടോ. 10 ന്റെ പവറിൽ എഴുതുന്നതിനാണ് വിളിക്കുന്നത് ലോഗ്. ലോഗ് 100 എന്ന് പറഞ്ഞാൽ ലോഗ് 10. അതിന്റെ മീനിങ് മനസ്സിലായോ? 1 എങ്ങനെ കിട്ടിയേ? 10 raised to 1. ലോഗ് 100 എത്രയായിരിക്കും? 2. എന്തുകൊണ്ടാ? 10 raised to 2. അത് മനസ്സിലായോ? ഇനി ലോഗ് 1/1000. എന്തുകൊണ്ടാ? 10 raised to -10. That's all. അതാണ് മാത്സ് കേട്ടോ. ഇത് അറിഞ്ഞു നോക്കണം. നോക്കട്ടെ -5527 ജൂൾ പെർ മോൾ. -5527 -5527 ജൂൾ പെർ മോൾ കേട്ടോ. കിലോ ജൂൾ പറയുമ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്നാലും കിട്ടിയില്ല. അത് കുഴപ്പമില്ല. എവിടെയാ എടുത്തത്? 8 എടുക്കാനാവാ വേണ്ട. അവര് പറഞ്ഞു ക്വസ്റ്റ്യനില് പറഞ്ഞേക്കാണ് നിങ്ങൾ 8 എടുത്താൽ മതി, നിങ്ങൾ കഷ്ടപ്പെടണ്ട. അതാ ഞാൻ പറഞ്ഞേ. ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ തന്നില്ലേ? ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കാട്ടോ. എന്റെ പേരിലും 8.3 എടുത്തോളാനായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 8 ഇട്ടേക്കണേ. വേറെ പുതിയ ബുക്കിൽ വന്നിരിക്കുന്ന 8.314 തന്നെയാണ്. നേരെ 8.314 അത്രയുള്ള വ്യത്യാസം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രാക്ഷൻ വരും കേട്ടോ. ഓക്കെ, റൈറ്റ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ഇപ്പോൾ കൂടുള്ളൂ കേട്ടോ. 8.13 കൂടെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് ചെയ്തിട്ട് പോയാൽ മതി അല്ലേ? എല്ലാവരും പുറത്ത് പോയാൽ മതി കേട്ടോ. ഗുഡ്. നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. അത് എളുപ്പമുള്ളതല്ലേ? പെട്ടെന്ന് കഴിയുമല്ലോ. എന്തായിരുന്നു? സ്റ്റെബിലിറ്റി ഓഫ് NO ആൻഡ് NO2 given അല്ലെ? NO എന്ന് പറയുമ്പോ എന്തായിരിക്കും? NO ഗ്യാസ് ആയിട്ട് കൊടുക്കുന്ന NO2 ഗ്യാസ് ആണ്. ആയത് ഓർക്കുക, അത് ഫോർമേഷൻ എന്താൽപ്പിയാണ് 90 കിലോ ജൂൾ വന്നിട്ടുണ്ട്. 90 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഡെൽറ്റ എക്സ് എന്താണ് എന്നോട് ചോദിക്കുന്നത്. ഡെൽറ്റ എക്സ് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ പറ. ഡെൽറ്റ എക്സ് വന്നിട്ടില്ലേ? 90 എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? പോസിറ്റീവ് എന്നാ എൻഡോതെർമിക്. പോസിറ്റീവ് എന്നാ എൻഡോതെർമിക്. അപ്പോൾ എഴുതി വെക്കുക ഡെൽറ്റ എക്സ് എന്ന ആൻസർ എഴുതി. ഡെൽറ്റ എക്സ് പോസിറ്റീവ്. ഡെൽറ്റ എക്സ് പോസിറ്റീവ്. ഡെൽറ്റ എക്സ് പോസിറ്റീവ് ബ്രാക്കറ്റ് എൻഡോതെർമിക് unstable in nature. Unstable in nature. Unstable in nature. Which number? 21. Unstable in nature. അടുത്ത നോക്കിയേ. അടുത്ത ഡെൽറ്റ എക്സ് വാങ്ങി. ഡെൽറ്റ എക്സ് നെഗറ്റീവ് എന്തായിരിക്കും? എക്സോതെർമിക് ബ്രാക്കറ്റ് എഴുതണം. Stable in nature. That is
എക്സോതെർമിക് സ്റ്റേബിൾ ഇൻ നേച്ചർ. ഹീറ്റ് ഒക്കെ പോകില്ലേ, അതെന്താ സ്റ്റേബിൾ ആകും അല്ലേ, സ്റ്റേബിൾ ആകും. ആ രീതിയിലാണ് പറയുന്നത്, സ്റ്റേബിൾ ആകും. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പൊ ആ പേനയാണ്, അത് ചൂടാക്കി ആ പേന ചൂടാക്കി അത് സ്റ്റെബിലിറ്റി പോകില്ലേ, പേന കരിയും, സ്റ്റെബിലിറ്റി പോകുന്നു, ഞാൻ പേനയാകും അല്ലേ, അതുപോലെ അൺസ്റ്റേബിൾ ആയി മാറും കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ, അല്ലാതെ കാണാതെ നെഗറ്റീവ് സ്റ്റേബിൾ, നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് അങ്ങനെയല്ല, ഒന്ന് ഓർത്ത് വെക്കാം, ഇമാജിൻ ചെയ്യുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, വേഗം calculate the entropy change in a surrounding 1 mole അവിടെ തന്നിട്ടുണ്ട്, formed under standard condition delta Fh തന്നിട്ടുണ്ട്, കിലോ ജൂൾ പെർ മോൾ ആണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ എന്തായിരിക്കും ഇക്വേഷൻ? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. അത്രേ ഉള്ളൂ കേട്ടോ. ടി എത്രയായിരുന്നു തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എത്രയാണ്? 298 കെൽവിൻ കേട്ടോ. അത് തന്നിട്ടുണ്ടാവില്ല, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. 298 കെൽവിൻ. അപ്പൊ എന്തായിരിക്കും ആൻസർ? കിലോ ജൂളിന് ജൂളാക്കണം കേട്ടോ, കിലോ ജൂളിന് ജൂളാക്കിക്കോ കേട്ടോ, കിലോ ജൂളിന് ജൂളാക്കും. വാല്യൂ എഴുതി വെച്ചോ, 286 സോറി 286 മൈനസ് 286 കിലോ ജൂളാണ് പറഞ്ഞേ, കിലോ ജൂൾ, അത് ജൂളാക്കണം കേട്ടോ, അത് ജൂളാക്കണം. എൻട്രോപ്പി പറയുമ്പോ ഏതാ 1 മോള് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. 2 മോളിന്റെ ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത കേട്ടോ. 959.24 into 10³ കൊടുക്കും കേട്ടോ. ഒരു 0.15 വെച്ചൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ, 298.15 ഉണ്ട് അങ്ങനെ കേട്ടോ. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും നമ്മൾ തെർമോഡൈനാമിക്സ് മര്യാദ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഈ ക്വസ്റ്റൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് മുഴുവൻ വൃത്തിയാകും കേട്ടോ. റിപ്പീറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലെ ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റൻസിന് ആൻസർ കീഴിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കണ്ടന്റ് മനസ്സിലായ ക്വസ്റ്റൻസ് ഇതുപോലെ ചെയ്താൽ മാത്രം മാർക്കാവുള്ളൂ, അല്ലെങ്കിൽ മാർക്കാവില്ല. റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയത് വേണം കേട്ടോ. അപ്പോ ഫൈനപ്പ് ചെയ്യണം കേട്ടോ.